നമ്മളിപ്പോൾ ഒരു കോമൺ ആയിട്ട് പറഞ്ഞ കംപ്ലൈൻ്റ് ആണ് നമ്മൾ USB പെൻഡ്രൈവിൽ വല്ല പാട്ട് അങ്ങനെ പാട്ടൊക്കെ കാണും. നമ്മൾ സ്പീക്കറിൽ ഇതേപോലെ ഇത്തിരി കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്പീക്കറില അല്ലെങ്കിൽ ചെറിയ ഇത്തിരി കുറഞ്ഞ മോഡൽ ഹോം തിയേറ്റർ അതിലൊക്കെ കൊടുക്കുമ്പോൾ ഒന്നും കേൾക്കൂല. അങ്ങനെ ഫയൽ USB കാണും, പക്ഷേ ഇതിൽ കേൾക്കൂല. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഫയലുണ്ട്, ഞാൻ അത് ഇതിൽ കൊടുത്താൽ ഒരു റെസ്പോൺസും ഇല്ല, ഒന്നും കേട്ടുകൂടാ. അതേസമയം അത് ഞാൻ സിസ്റ്റത്തിൽ കൊടുക്കുമ്പം ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ അത് ഒരു ഫയൽ, ഒരു ഓഡിയോ ഫയലുണ്ട്, MP3 ഫയലുണ്ട്. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പം ഒന്നേലും നമ്മൾ ഈ ഫയൽ സിസ്റ്റം MP3 എന്ന് പറയുന്നത് വേറെ ഓഡിയോ ഫോർമാറ്റിലാണെങ്കിൽ നമ്മൾ സ്പീക്കർ എടുക്കില്ല. അപ്പോൾ ഇത് MP3 ആണ്, MP3 ഫോർമാറ്റിൽ തന്നെയാണ് കിടക്കുന്നത്, എന്നിട്ട് ഇതിലെടുക്കണില്ല. അതിന് മെയിൻ അടുത്തൊരു റീസൺ എന്ന് പറയുമ്പം നമ്മൾ ഫയൽ സിസ്റ്റമാണ്. നമ്മൾ ഓരോ പെൻഡ്രൈവിന് ഓരോ ഫയൽ സിസ്റ്റമുണ്ട്. പെൻഡ്രൈവിൻ്റെ ഫയൽ സിസ്റ്റമാണ് മെയിനായിട്ട് ഇതിൽ ഡിപ്പെൻഡ് ചെയ്യണത്. NFTS ഉണ്ട്, പിന്നെ FAT32 ഉണ്ട്. അങ്ങനെ FAT32 എന്ന് പറയുന്ന ഫയൽ സിസ്റ്റമാണ് ഒരുവിധം എല്ലാം കോമൺ ആയിട്ട് പറഞ്ഞത്. അതായത് സ്പീക്കർ, സൗണ്ട് ബോക്സ്, കാറിൻ്റെത്, അത് ഒരുവിധം എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യണ FAT32 ആണ്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതുകൊണ്ട് FAT32 വരും. പിന്നെ NTFS. നമ്മളുടെ മെയിൻ വ്യത്യാസം പറയുമ്പോൾ NTFS എന്ന് പറയുമ്പോൾ ലാർജർ ഫയൽ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഫയൽ സൈസ്, ഫയൽ എൻക്രിപ്ഷൻ, ഫയൽ പെർമിഷൻസ് എന്നാൽ നമുക്ക് ഫയലൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ലോക്ക് ചെയ്തിടാൻ, അതൊക്കെ അങ്ങനെ ചെയ്തിടാൻ പറ്റും. FAT32 എന്ന് പറയുമ്പോൾ വൈഡ്ലി കോമ്പാക്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോമ്പാക്റ്റബിൾ ആയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ ഈ ഫയൽ സിസ്റ്റമാണ്. പക്ഷേ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ അത്ര സെക്യൂർ അല്ല. നമുക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഡാറ്റാസ് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഇത് വേറൊരു ഫയൽ സിസ്റ്റമാണ്, EXFACT. ഇതും അങ്ങനെ കോമൺ ആയിട്ട് ഒരിടത്ത് യൂസ് ചെയ്യില്ല. ആകെ കൂടി ഈ 2 ഫയൽ സിസ്റ്റമാണ് യൂസ് ചെയ്യണത്. അതിൽ FAT32 ആണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യണത്. FAT32 അത് നമുക്ക് എങ്ങനെ മാറ്റാമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഈ പെൻഡ്രൈവിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനാദ്യം ഏതിലോട്ടെങ്കിലും മൂവ് ചെയ്യണം. അത് കോപ്പി ചെയ്ത് വേറെ ഏതിലോട്ടെങ്കിലും ആക്കിയിടണം. കാരണം ഇത് ഫോർമാറ്റ് ചെയ്യണം. ഫോർമാറ്റ് ചെയ്താലേ റെഡി ആവും. അപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് ഓപ്ഷൻ എടുക്കണം. ഫോർമാറ്റ് ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ ഫയൽ സിസ്റ്റം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫയൽ സിസ്റ്റം. അത് NTFS മാറ്റിയിട്ട് FAT32 ഡിഫോൾട്ട് FAT32 ഇതാക്കണം. ഈ ഓപ്ഷൻ ആക്കിയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്താൽ മതി. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ അവർ വാർണിംഗ് കാണിക്കും, അതിൻ്റെ അകത്തുള്ള ഡാറ്റാസ് എല്ലാം ഇറേസ് ആവും. ഓക്കെ എടുത്ത് ഫുള്ള് ഡാറ്റാസ് ഇറേസ് ആവും. എടുത്ത് ഇപ്പോൾ ഫുള്ള് ഫോർമാറ്റ് മാറും. ഓക്കെ, കംപ്ലീറ്റ്. ഇനി നമ്മൾ ഇത് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് നോക്കാൻ നേരത്ത് ഇത് ഇവിടെ കണ്ട FAT32 വന്ന് കാണും. FAT32 വന്നാൽ ഒരു ഇത് എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യും. നമ്മൾ കംപ്ലൈൻറ്റ് ഏകദേശം മാറി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു ഫയൽ ഓഡിയോ, കുറച്ച് ഓഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫയൽ എഴുതണം. കോപ്പി, നമ്മൾ പെൻഡ്രൈവ് സെലക്ട് ചെയ്യണം, പേസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ആ പെൻഡ്രൈവിൻ്റെ അകത്ത് ഒരു പാട്ടായിട്ടുണ്ട്, ഒരു ഓഡിയോ ഫയലായിട്ടുണ്ട്. എവിടെ ഓപ്പൺ ചെയ്യും? ഇതാ പെൻഡ്രൈവ് ഊരിയിട്ടുണ്ട്. ഇനി സ്പീക്കറിൽ കൊടുത്ത് നോക്കാം. ഇപ്പോൾ കണക്ട്. എത്രയേ ഉള്ളൂ സംഭവം. ഇതൊരു കോമൺ ആയിട്ട് പറഞ്ഞതാണ്. അധികം ഒരു ഇതെല്ലാവർക്കും അറിയായിരിക്കും. അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കും.